ആശംസിച്ച ഗതാഗത വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി എൻ്റെ പ്രകൃതി എന്ന പരിസ്ഥിതി സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീമതി വിജയശ്രീ KS, റെജി രാമചന്ദ്രൻ, ഇറാൻ ടാലൻറ്റിൻ്റെ HR മാനേജർ, പ്രകൃതി എൻ്റെ പ്രകൃതി എന്ന സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ P. സന്തോഷ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ജയപ്രകാശ്, ഇവിടെ എത്തിയിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാം വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും കഴിഞ്ഞ ഒരു വർഷമായി KSRTC മന്ത്രി എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാം. ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയും. ലൈറ്റ് കണക്ട് ചെയ്യുന്നു. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ശ്രീമതി വിജയശ്രീ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇതിൻ്റെ AC ജീപ്പിലേക്ക് വെക്കണം. ഞാൻ കയറി നോക്കുമ്പോൾ AC ഓടുന്നത് നിസ്സാരമായ കാര്യമാണ്. അതിലൊരു മന്ത്രി ഇടപെടുന്ന കാര്യമുണ്ടെന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ ഇടപെട്ടില്ലെങ്കിൽ കുഴപ്പമാണ്. ഇതിൽ AC പോയി യാത്രക്കാർക്ക് ഏറ്റവും നല്ല സൗകര്യം. ഇന്ന് KSRTC ബസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങളൊന്നാണ് ഈ വിവോ തന്നിട്ടുള്ള AC ബൂത്തുകൾ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡിപ്പോയിലെ മുഴുവൻ വൈദ്യുതി ചാർജ് വേണമെങ്കിൽ ഇതിൻ്റെ വരുമാനം ഉണ്ടായി. ഞാൻ ഈ രണ്ടിനും കൂടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ എന്തുകൊണ്ട് AC പോയി എന്ന് നോക്കിയപ്പോൾ ഞാനിപ്പോൾ കാണുന്ന AC 16 ഡിഗ്രിയിലാണ്. ഈ 16 ഡിഗ്രി എത്താൻ വേണ്ടി AC ശ്രമിച്ചുകൊണ്ട് ഒരിക്കലും കംപ്രസർ ഓഫാകും. കംപ്രസർ ഓഫാകാതെ ഓടിക്കൊണ്ടിരുന്നാൽ ഒരുപാട് വൈദ്യുതി എടുക്കും. 24 മണിക്കൂറും വൈദ്യുതി എടുക്കും. പക്ഷെ കംപ്രസർ ഓഫാകുമ്പോൾ വൈദ്യുതി എടുക്കില്ല. കംപ്രസർ ഓഫാണെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മുടെ ഹോട്ടലിൽ ചെന്നാലും വീട്ടിൽ ചെന്നാലും വൈദ്യുതി ബോർഡ് പറയുന്നുണ്ട് 24 മുകളിൽ താഴേക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പാടില്ല. 24 ഡിഗ്രിയാണ് നമുക്ക്. വൈദ്യുതി ബോർഡ് പറയുന്നത് 26 ഡിഗ്രി എന്നാണ്. അത് വേണ്ട 25 24 വൈകും. അപ്പോൾ AC തണുപ്പും കിട്ടും. AC ആവശ്യമുള്ളപ്പോൾ കട്ട് ഓഫ് ആകും. കട്ട് ഓഫ് ആയ വൈദ്യുതി ലാഭിക്കും. കട്ട് ഓഫ് ആകാതെ ഓടിക്കൊണ്ടിരുന്നാൽ 24 മണിക്കൂർ ഓടുന്ന AC കംപ്രസർ അടിച്ചോളും. ഇവിടെ സംഭവിച്ചതാണ്. ഇപ്പം തന്നെ ഞാൻ ATയോട് പറഞ്ഞ് ഉടൻ റിമോട്ട് എടുത്തുകൊണ്ട് വന്നു. ഇതിവിടെ മാത്രമല്ല, KSRTC ജീവനക്കാർക്ക് വേണ്ടിയിട്ട് റെസ്റ്റ് റൂം ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. കിടക്കാൻ വേണ്ടി കരുനാപ്പടിയിൽ, പാലക്കാട് AC റൂമാണ് ഇതെല്ലാം. അവിടെ എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ തന്നെ നിർദ്ദേശം കൊടുക്കാൻ ഷാജിയോട് പറഞ്ഞു. കാരണം അങ്ങനെ വയ്ക്കാൻ പറ്റില്ല. പാലക്കാട് ഓഫീസ് മുഴുവൻ AC ആണ്. അവിടെ എല്ലാം കൂടി 16 വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി ചാർജ് കൊടുത്ത് മുടിഞ്ഞു പോകും. ഈ സാധനം അടിച്ചങ്ങ് പോവുകയും പെട്ടെന്ന് ചീത്തയായി. ഇത് കുറക്കാനും ഇരിക്കണ്ടേ, നമുക്ക് ഉപയോഗിക്കണ്ടേ. നമ്മൾ വീട്ടിലാണെങ്കിൽ കൂടെ ചെയ്യും. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ സെറ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കും. ചെറിയ കാര്യം. ആ ചെറിയ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞു. മന്ത്രിയായിട്ട് വൈദ്യുതി ചാർജ് കുറയ്ക്കും, ചിലവ് കുറയ്ക്കാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ ചാർട്ട് ഇന്നും പരിശോധിച്ചു. പല സ്ഥലങ്ങളിൽ നന്നായിട്ട് വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ പറ്റും. ചിലയിടത്ത് കൂടിപ്പോകും, കുറഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് എല്ലാം പറ്റും. ഇപ്പം ഇതുപോലെ വെയിറ്റിംഗ് റൂമുകൾ നമ്മളിപ്പോൾ പാലക്കാട് വരുന്നു, പണി നടന്നുകൊണ്ടിരിക്കണം. തൃശ്ശൂർ വരുന്നു, പത്തനംതിട്ടയ്ക്ക് വരാൻ പോകും, കൊട്ടാരക്കരയിൽ വെച്ച് ചിലപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ പ്രകൃതി എൻ്റെ പ്രകൃതി എന്ന സംഘടനയുമായി ചേർന്ന് നമ്മൾ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാം. ഇറാൻ ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്യുന്നത്. അവർ മറ്റു സ്ഥലങ്ങളിൽ എന്നോട് ഞാൻ റെഡിയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു മറ്റു സ്ഥലങ്ങളിൽ KSRTC ബസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള പാർക്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പോൾ അതിനുള്ള നിർദ്ദേശം അപ്പോൾ തന്നെ ഞാൻ CMDയോട് പറഞ്ഞു അതിനുള്ള അനുവാദം കൊടുക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കരിയൊരു ഗാർഡനിങ് നന്നായി പോകണം. എന്ത് ചെയ്യണം? ഇവിടുത്തെ CLR സ്റ്റാഫുകളോട് ഞാൻ പറയുകയാണ്, ഇതിന് വെള്ളമൊഴിക്കാൻ മറ്റു കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ മുക്തനാധികാരിക്കരുത്. ചെറിയൊരു കാര്യമാണ്, പക്ഷേ വലിയ കാര്യമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മാലിന്യമുക്ത കേരളം എന്ന പദ്ധതി മാർച്ച് 31 ഈ പദ്ധതി കേരളത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് വലിയൊരു നീക്കമാണ്. ആ നീക്കത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് KSRTC ജീവനക്കാരും KSRTC സഹകരിക്കുക. കാരണം നമ്മൾ മോഡൽ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങുന്നു, തമിഴ്നാട്ടിലാവട്ടെ കേരളത്തിലെ വടക്കൻ പ്രദേശത്താവട്ടെ ഒരാൾ വന്നിറങ്ങിയാൽ ഈ ബസ് സ്റ്റേഷനിൽ ഈ ബസ് സ്റ്റേഷന്റെ ദയനീയ സ്ഥിതി നമ്മളെ നാളെ മാറി വലിച്ച് വണ്ടി ഇടുക. അപ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, 38 ലക്ഷം രൂപയ്ക്ക് പണിയാം എന്ന് പറഞ്ഞാൽ വണ്ടി വാഷ് ചെയ്യുന്ന കെട്ടിടം വെറും 8.5 ലക്ഷം രൂപയാണ്. ഇവിടുത്തെ ATയാണ് പണിയുന്നത്. ATയോടെ പലരും പറഞ്ഞു AT പണിതാൽ അയാളെ കഞ്ഞൂടി മുട്ടും. ഒന്നും മുട്ടില്ല. ഈ പണി തീർന്നതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ ATO ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ കണക്ക് കൊടുക്കും. ആ കണക്ക് പരിശോധിച്ച് 1 വീക്കിനുള്ളിൽ സെറ്റിൽ ചെയ്ത് കൊടുക്കും. കണക്ക് പരിശോധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ഇത് അവസാനിപ്പിക്കും. 38 ലക്ഷം രൂപ പറഞ്ഞ സാധനം പണിയാൻ 38 ലക്ഷം രൂപ എസ്റ്റിമേറ്റ്. ഈ 2 ബസ്സിട്ട് കഴിയുന്ന ഈ സാധനം പണിയാൻ 38 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന എസ്റ്റിമേറ്റ് CMD കയ്യിലുണ്ട്. ഞാൻ കണ്ടതാണ്.
അതാണ് നമ്മൾ 8 രൂപ. KSRTC പണം നഷ്ടപ്പെടുത്താറില്ല. അങ്ങോട്ട് നോക്കും, അവിടെ വർക്ക്ഷോപ്പിന് ഇപ്പുറത്ത് കംപ്ലീറ്റ് ചളയും ചെളിയും. അവിടെ മൊത്തം മണ്ണടിച്ച് ലെവൽ ചെയ്ത് റോഡ് ഓടിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ പോകും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വണ്ടി പാപ്പനങ്ങൾ കൊണ്ട് വാർത്തയാണ്. എത്ര കിലോമീറ്റർ പോകും, എത്ര ലിറ്റർ ഡീസൽ വേണം. കൊട്ടാരക്കരയിൽ നിന്നൊക്കെ വരുന്ന വണ്ടി രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടാൻ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വൃത്തിയാക്കുക. വൃത്തിയാക്കിയ മാക്സിമം വണ്ടിയെ കൊണ്ട് വീട്ടിലാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാകും. നമ്മുടെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിസ്ഥിതി പ്രവർത്തനം അവരുടെ നടത്താൻ വരുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കും. പിന്നെ ഇത് KTDFCയുടെ ജീവനക്കാരെല്ലാവരും മനസ്സിലാക്കും. ഞാൻ ഈ പറയുന്ന ജീവനക്കാരോടാണ്, ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരോടാണ്, ഇവിടുത്തെ CLR ജീവനക്കാരോടാണ്. CLR ജീവനക്കാരെ പരിശീലിപ്പിക്കാൻ KSRTC ആദ്യമായി തയ്യാറായി. എങ്ങനെയാണ് ബസ് സ്റ്റേഷൻ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നത്, ക്ലീൻ ആയിട്ട് എങ്ങനെ ഇടണം. ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും ഡസ്റ്റ്ബിൻ വയ്ക്കാൻ പോകണം, വേസ്റ്റ് ബോക്സ് വയ്ക്കാൻ പോകണം. അത് വേസ്റ്റ് ഒന്നും തന്നെ വീട്ടിലത്തെ വേസ്റ്റ് കൊണ്ട് കൂടാനുള്ള സ്ഥലമല്ല. ഇവിടെ വരുന്ന യാത്രക്കാരുടെ വരുന്ന വേസ്റ്റ് വീട്ടിൽ വയ്ക്കാൻ പോകുന്നത്. വീട്ടിലത്തെ പച്ചക്കറി അരിഞ്ഞ വേസ്റ്റുമായിട്ട് രാവിലെ ഇവിടെ വന്ന് ബസ്സിക്കാരൻ വരുന്നതിന് ഇതിനകത്ത് ഇട്ടിട്ട് ബസ്സിക്കറി പോകാനല്ല, അതിനുള്ളതല്ല. ഇവിടെ വരുന്ന യാത്രക്കാരുടെ വേസ്റ്റുകൾ, കുപ്പികൾ എല്ലാം, വെള്ളം കുടിച്ച് കുപ്പിയൊക്കെ നമ്മുടെ എല്ലാ ബസ്സുകളിലും ഇനി വേസ്റ്റ് ബോക്സ് വരാം. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 ബോക്സ് വരും. എല്ലാ ബസ്സുകളിലും നമ്മൾ മുട്ടായി, ബിസ്ക്കറ്റ്, വെള്ളം ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. അത് വരുന്നതോടെ യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു കുഞ്ഞിനൊരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരാൾ ഷുഗർ ഒന്ന് താങ്ങും, ആഴ്ചയിൽ മരുന്ന് ഒരു മധുരം കഴിക്കണം, ഒരു ബിസ്ക്കറ്റ് കഴിക്കണം എന്ന് വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അത് വണ്ടികളിലെല്ലാം, ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ഇല്ല, കേരളത്തിലെ എല്ലാ വണ്ടികളിലും മുന്നിലും പുറകിലും ഓരോ വേസ്റ്റ് ബിൻ വയ്ക്കാൻ പറ്റും. റോഡിലേക്ക് വലിച്ചെറിയണം. നിങ്ങളുടെ കുട്ടികളുടെ കുടിച്ചാൽ അത് റോഡിലേക്ക് വലിച്ചെറിയേണ്ട, അത് പരിസ്ഥിതി ദോഷമുണ്ടാകും. അത് നിങ്ങൾ ഇതിലിടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അത് ക്ലിയർ ചെയ്യും. ഓരോ ബസ് സ്റ്റേഷനിൽ എത്തുന്നത് ക്ലിയർ ചെയ്യണം. CLR ജീവനക്കാരുടെ ആദ്യത്തെ അഭ്യർത്ഥന, എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കത്തില്ല, കേട്ടില്ലെങ്കിൽ കേൾക്കുന്നവർ പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ പരിശീലിപ്പിച്ചു. ഈ പരിശീലിപ്പിച്ചിട്ടും ഞാൻ നന്നാവില്ല എന്നുള്ള ഒരാളെ സർവീസിൽ വെച്ചിരിക്കും. മാറ്റി വേറെ ആളെ വയ്ക്കും. ആ മാറ്റി വേറെ വയ്ക്കാനുള്ള നിർദ്ദേശം ഇന്നോ നാളെ നിങ്ങൾ കിട്ടും. അത് ജീവനക്കാർ, CLR ജീവനക്കാർ മനസ്സിലാക്കുക. അപകടമാണ്. ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജോലി. അത് മാത്രമാണ്. ഇവിടെ ബസ് ഓടിക്കുന്നതോടെ കണ്ടക്ടർ വണ്ടി പോകും, ഡ്രൈവർ വണ്ടി ഓടിച്ചോളും, സ്റ്റേഷൻ മാസ്റ്റർ വണ്ടി ഓപ്പറേറ്റ് ചെയ്തോളും, അവർക്കെല്ലാം മെക്കാനിക്കാർ പണി നോക്കും. പക്ഷെ നിങ്ങളുടെ ജോലി എന്താണ്? നിങ്ങളിവിടെ നിയമിച്ചിരിക്കുന്നത് ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്യാൻ യോഗ്യരല്ല. മാറ്റും. ഒരു മയമില്ലാതെ യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിനും പഴകില്ല. അവരങ്ങനെയുള്ളവരെ പിരിച്ചുവിടും. ആരെ കൊണ്ടും ശുപാർശ ചെയ്യേണ്ട, നടക്കുകയില്ല. അവരുടെ ലിസ്റ്റ് തരാൻ ആരാണോ ഇത് പരിശീലനം നൽകിയിട്ടും പറയുന്നതനുസരിച്ച് ഇത് വൃത്തിയാക്കാൻ തയ്യാറാകുന്നത് അവരെ നമ്മൾ മാറ്റും. പിന്നെ KTDFC എന്ന സ്ഥാപനത്തിന് വേണ്ടി കെട്ടണമെന്ന് പറയും. ഇത് രണ്ടും ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനം. ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനം. ഇവിടെ 2 ചിറ്റമ്മയും വലിയമ്മയും ഇല്ല, ഒന്ന് തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും പ്രവർത്തനം, ഞാൻ എനിക്ക് അടക്കമുള്ളവരോട് പറയാം, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ KTDFCയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോ അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗത്തോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സം ഉണ്ടാക്കിയ നേരിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യാം. ആ കുഴപ്പം ഉണ്ടാക്കിയാൽ വീട്ടിലുണ്ടാവില്ല. KTDFCക്കാർ ആദ്യം മേളോട്ട് പോയിട്ട് വാടക കൊടുത്തവരുടെ വാടക വയ്ക്കും, കടം കൊടുത്തവരുടെ പൈസ തിരിച്ചു പിടിക്കും. അവരെ ജോലി അതാണ്. പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ചിറ്റമ്മയുടെ സെക്യൂരിറ്റി, പയ്യമ്മയുടെ സെക്യൂരിറ്റി ഇല്ല. ഞാൻ തീർത്ത് പറയാണ്, ഈ ബിൽഡിങ്ങിന് മുകളിൽ താഴെയുമായിരുന്ന മുഴുവൻ KSRTC സെക്യൂരിറ്റിക്കാരും ഗതാഗത വകുപ്പിന്റെ സ്റ്റാഫാണ്. ഇവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ ആ നിമിഷം ഒഴിവാക്കി മുഴുവൻ സെക്യൂരിറ്റിയും KSRTC നിർദ്ദേശിക്കുന്ന എക്സ് സർവീസ് മെന്റനായിരിക്കും. അതുകൊണ്ട് അവരവര് കുഴപ്പമുണ്ടാക്കരുത്. ഇന്നലെ എനിക്ക് പരിചയമുള്ള ഇവിടെ വന്നു. അദ്ദേഹത്തിന് ചെറിയ പ്രായമുള്ള മകനാണ്, വണ്ടി ഓടിച്ചത്. അവനെ പറയാനൊന്നും ബാക്കി, ആളെ കണ്ടുപിടിച്ച് നടപടിയെടുക്കും, മര്യാദയോടെ പെരുമാറും. ആളുകളോട് കണ്ടക്ടറായാലും ഡ്രൈവറായാലും യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്ന് ആദ്യം പോലെ പറയുന്നുണ്ട്. സെക്യൂരിറ്റിക്കാരോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ആരെയും പരിചയമില്ല. നിങ്ങൾ പല പട്ടാളത്തിലേക്ക് പോയിട്ട് വന്നവരാണ്. നിങ്ങൾക്ക് മേഖലയും കേണലയും മാത്രമേ അറിയാവൂ, ഞങ്ങളെ ആരെയും അറിഞ്ഞു. അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരോടും മര്യാദയ്ക്ക് വളരെ പൊളൈറ്റായി നിങ്ങൾ കമാൻഡർമാരോടും മേജർമാരോടും എങ്ങനെ പെരുമാറുന്നു അതുപോലെ മര്യാദയോടെയും സ്നേഹത്തോടെയും മാന്യമായിട്ട് പെരുമാറണം. ആളുകളെ ഹരാസ് ചെയ്യാൻ പാടില്ല. ജനങ്ങളോട് മോശമായി പെരുമാറാൻ പറ്റില്ല. KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ വരുന്നവരോടും ജീവനക്കാരോടും മോശമായിട്ട് പെരുമാറണം. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത് എല്ലാ ബസ് സ്റ്റേഷനിലും ജയില് ചെയ്ത് ചുവരുകളിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മന്ത്രിയുടെ പണം ഉണ്ടായാലും വലിച്ചേരി കളഞ്ഞോളാൻ പറഞ്ഞു. KSRTCയുടെ മന്ത്രിയായ എൻ്റെ പണം വലിച്ചേരി കളഞ്ഞോളാൻ ഞാൻ മന്ത്രിയായ എൻ്റെ പണം ഒട്ടിച്ചാൽ വലിച്ചേരി കളഞ്ഞോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ എന്നെ നിർത്തിക്കൊണ്ട് പഴയ പോകുന്നവരെല്ലാം ഇത് ഒട്ടിക്കുന്ന മര്യാദയാണ്. ഇത് വൃത്തിയാക്കി എടുക്കണ്ടേ? ഈ ചോദ്യം ഈ കൂണ് കഴിക്കാം.
അതിനകത്ത് എന്തെല്ലാം ഒട്ടിച്ചോട്ടി ഒരു ഗതിയെ നോക്കി. ഇതിപ്പോൾ ഞാൻ വരുന്നതുകൊണ്ട് അത് ഒത്തിടക്കിയാൽ തോന്നും. അതൊന്നും ആലോചിക്കും. അതിന് മേളിൽ ചിരഞ്ജീവി ഇൻഡസ്ട്രിയിലാർക്ക് എന്താണ് പണി? അതിന് മേളിൽ ഒരു കമ്പനിയുടെ അടുത്ത് ഒരു സൂര്യ കെട്ടി ആ ചിരഞ്ജീവി അടിച്ചോളാൻ പറ്റും. ഞാൻ പറഞ്ഞു അടിക്കാൻ, ഞാൻ വേണമെങ്കിൽ ഒന്ന് അടിച്ചു കളിച്ചാൽ എന്താ ഇവിടുത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കും. അല്ലാത്ത സീലാറിനൊക്കെ നാളെ കാര്യം പറഞ്ഞു പല കാര്യമൊന്നും അതിനെ ശുപാർശ കൊണ്ട് ആരും വരികയും വേണ്ട, നടക്കത്തുമില്ല. വേറെ ആളെ വയ്ക്കുക, ആർക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുത്താൽ പോയി. അത് ചെയ്യാൻ ജോലി ചെയ്യാൻ അന്തസ്സായി ജോലി ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക. യാതൊരു രാഷ്ട്രീയവും പാടില്ല. ആരാണോ ജോലി ചെയ്യാൻ കാരണം അവർക്ക് ജോലി കൊടുക്കുക, അതിനകത്ത് പറഞ്ഞു വിട്ടേക്കുക. ഇതൊക്കെ നല്ല കൈ ചൊട്ടിച്ച് നല്ല വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ്. അതൊക്കെ ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരെ ഒരു തമാശയും ചെയ്യും. ആ തൂണെല്ലാം ഏറ്റവും ഉണ്ടല്ലോ, ഏറ്റവും ഹലോ ഇങ്ങോട്ട് പോകും. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴിയും. ഞാൻ മട്ടേന്നാ കാണാൻ പറ്റും തിങ്കളാഴ്ച. എല്ലാം നല്ല ഒരു അടിക്കുന്ന ചിത്രം എല്ലാം വെള്ളം നനച്ച് വെച്ചിട്ട് ഈ പോസ്റ്റ് എല്ലാം കഴുകി മാറ്റാൻ പറ്റും. സെക്യൂരിറ്റിയൊക്കെ നിയമം കൂടെ തോന്നും. സെക്യൂരിറ്റിയൊക്കെ നിയമം അതൊക്കെ എനിക്കോട് പറഞ്ഞാൽ ഇപ്പം നിന്ന് ചെയ്തില്ല പിന്നെന്താ. അതുകൊണ്ട് അതൊക്കെ ചെയ്തിരുന്നത് അതിൻ്റെ പ്രശ്നമല്ല. ഈ സി എ കാരനാണ് ഈ തൂണൊക്കെ സെക്യൂരിറ്റി അല്ല. ഈ തൂണിൽ പോസ്റ്റ് ഒട്ടിച്ചാൽ ഇടയ്ക്ക് കളയേണ്ടത് സി എ കാരനാണ് അല്ലേ? അതല്ലേ സെക്യൂരിറ്റിയുടെ മുതലല്ല. പൊട്ടിക്കരുതെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്ന ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് നടക്കുന്നത്. അത് KSRTC വ്യാപകമായി ചെയ്യുമ്പോൾ നല്ലൊരു മനോഹാരിത ഉണ്ടാകും. ഞാൻ അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ തൂണുകളിലൊക്കെ പിടിപ്പിക്കാവുന്ന എന്തെങ്കിലും ചെടിച്ചട്ടി പോലെയൊക്കെ വെച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ തൂണിലൊക്കെ വെച്ചിട്ട് ബ്യൂട്ടിഫിക്കേഷൻ നീങ്ങണം എന്ന് പറയണം. ഇപ്പോൾ ചെയ്യുന്നത് കൂടാതെ അത് വെള്ളം ഒഴിക്കാൻ ഇവിടെ പഠിക്കും. എല്ലാ ദിവസവും അവർക്ക് സർക്കാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നതാണ്. അവരത് ആഴ്ചയിൽ ഒരിക്കലും മോണിറ്റർ ചെയ്തോളും. വെള്ളമൊക്കെ ഒഴിക്കണം. അത് വീട്ടിലുള്ള ചുമതലയാണ്. ഞാൻ കേട്ടില്ല, അപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു പറയുന്നത്. കേട്ടല്ലോ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കി. ഞാൻ അപ്പോഴും സാർ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കേട്ടോണ്ട് പോകും. സെക്യൂരിറ്റിക്കാർക്കുണ്ടല്ലോ ഇവിടെ. ഗേറ്റ് വെച്ചിട്ട് ആൾക്കാരോട് പറയുക, വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കും. മേജറോടും കേണലോടും ഒക്കെ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ പാവപ്പെട്ട മനുഷ്യരുടെ സംസാരിക്കണം. അല്ലാതെ മേജറും കേണലും മാത്രം ഞാൻ സല്യൂട്ട് അടിക്കൂ എന്ന് വാശിക്ക് വേണ്ട. നമ്മളിപ്പോൾ KSRTCയിലാണ് ജോലി ചെയ്യുന്നത്, KTDSയുടേതാണെന്ന് പറഞ്ഞ് ഇത് രണ്ടും നടപടിയെടുക്കേണ്ടത് ഒരാളാണ്. അതെടുക്കും എന്ന് മാത്രമേ ചോദിക്കൂ. ഞാൻ ഇങ്ങനെയുള്ള ജനങ്ങളെ ഉപദ്രവിക്കുന്ന, ആളുകളെ അധിക്ഷേപിക്കുന്ന, സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാട് അംഗീകരിക്കുന്നില്ല. അതിനുവേണ്ടി ആരും അതിന് ഇറങ്ങണ്ട. ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട്. ഇനി 2 നേഴ്സിനെ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഫാർമസിസ്റ്റ് നിയമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്ക്, രക്തവും കാര്യങ്ങളും പരിശോധിക്കുന്ന ഒരു ക്ലിനിക്ക് രാജീവ് ഗാന്ധി അല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി അവരുമായി ചേർന്നുകൊണ്ട് കിഴക്കേക്കോട്ടയിൽ KSRTC ജീവനക്കാർക്ക് തുച്ഛമായ ചെലവിൽ പരിശോധന നടത്താൻ കഴിയുന്ന ഒരു ലാബ് അടിയന്തരമായിട്ട് സ്ഥാപിക്കാൻ നിർദ്ദേശം കൊടുത്തു. സ്ഥലം കൊടുക്കാൻ എനിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉടൻ അവരത് ആരംഭിക്കും. നമ്മൾ നല്ലൊരു സ്ഥലം കൊടുത്താൽ അവരൊരു സ്കാനിങ് സെന്റർ തുടങ്ങാം എന്ന് പറയുന്നത്. അതിൽ KSRTC ജീവനക്കാർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വരും. ഡോക്ടർ ഓൺലൈനിൽ വരാൻ തുടങ്ങി. ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഡ്രൈവർമാരാണ്. അത് ഹൃദയാഘാതമാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ആത്മഹത്യയാണ്. ഇത് പരിഹാരം കണ്ടേ പറ്റും. ആദ്യമായി ഒരു പദ്ധതി ഇപ്പം തന്നെ പറയുകയാണ്. ഡോക്ടറെ നിങ്ങൾക്ക് 2 മണിക്കൂർ ഓൺലൈനിൽ കിട്ടും. അത് അവരുടെ ഡ്യൂട്ടി അനുസരിച്ച് പറയണം. എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഒരു ദിവസം രാവിലെ അങ്ങനെ വയ്ക്കാം. അങ്ങനെ വെച്ചിട്ട് ഡോക്ടറെ നിങ്ങൾ ഓൺലൈനിൽ കിട്ടും. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഡോക്ടറോട് സംസാരിക്കാം. അദ്ദേഹം പ്രതിവിധി ഉണ്ടാക്കും. കേരളം മുഴുവൻ നിങ്ങളുടെ ജീവനക്കാരുടെ ആരോഗ്യം പരിശോധിക്കാം. നിങ്ങളുടെ ഹൃദയ സംബന്ധമായ പരാതികളുണ്ടോ ECG അടക്കമുള്ള പരിശോധനകൾ നടത്തി അതിന് ഒരു പരിഹാരം കാണാൻ ഞങ്ങൾ ഒരു വലിയ പദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ്. എൻ്റെ മനസ്സിൽ മന്ത്രിയായി വന്ന ദിവസം ഒരു സ്വപ്നമാണ്. കോടിക്കണക്കിന് ഒരു ചെലവ് വരും. ഞാൻ വ്യക്തിയോടൊക്കെ അതിൻ്റെ കുറച്ച് സ്പോൺസർഷിപ്പ് നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജീവനക്കാരുടെ ഈ മരണം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് KSRTC. നിങ്ങൾ പറഞ്ഞ വിഷയം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ജോലിഭാരം, ബുദ്ധിമുട്ടുകൾ എല്ലാം എനിക്കറിയാം. നിങ്ങൾ ശമ്പളം 2-3 ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ 5 മാസമായി ഇന്നലെ ശമ്പളം കിട്ടി. 15-ാം തീയതി കൃത്യമായി ഒരുമിച്ച് ശമ്പളം തരുന്നു. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് തന്ന നിർദ്ദേശം 1-ാം തീയതി ശമ്പളം നിങ്ങൾക്ക് തരണമെന്നാണ്. അത് തരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ത് വില കൊടുക്കും അത് തരും. അതിനുള്ള പൂർണ്ണ പിന്തുണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ നടപ്പിലാക്കും.
ആശുപത്രി ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഡോക്ടർ വന്നു. നമ്മുടെ വണ്ടിയുമായിട്ട് ശബരിമലയിൽ പോയിരുന്നു. 160ഓളം ജീവനക്കാർക്ക് 350 ജീവനക്കാർക്ക് ആ ഹോസ്പിറ്റലിൽ അവിടെ 2 ദിവസം കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ KSRTC ഈ ഒരു പദ്ധതിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എൻ്റെ പ്രതിനിധി എന്ന പരിസ്ഥിതി സംഘടനയ്ക്ക്, അതുപോലെ തന്നെ ഇറാൻ ടാലന്റ് ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരും വലിയോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ നന്ദി പറയുന്നത് ഇത്തരം നല്ല പദ്ധതികളുമായി ഇനിയും ആളുകൾ രംഗത്തേക്ക് വരണം. ഇത്തരം പദ്ധതികൾ KSRTCയുടെ വളർച്ചയിൽ